അത് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പാണക്കാട് മലപ്പുറത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ പാണക്കാട് വലിയ അപകടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. പാണക്കാട് നമ്മൾ നേരത്തെ തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു. മുകളിൽ നിന്ന് മരമടക്കം മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ മുബഷീർ ഭയന്നിരുന്നത് പോലെ പറഞ്ഞിരുന്നത് പോലെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അനധികൃതമായി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീടിന് 200 മീറ്റർ ഇപ്പുറമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. മുബഷീറുണ്ട്. മുബഷീർ, വീണ്ടും മണ്ണിടിഞ്ഞു വീണിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് അവിടെ? അരുൺകുമാർ, ആ മണ്ണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീണിരിക്കുന്നു. അതാ അരുൺകുമാർ, റോഡിലോട്ട് മുഴുവൻ മണ്ണ് വീണിരിക്കുന്നു. ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. സെക്കൻഡുകൾക്ക് മുൻപാണ് ആ കുന്നിൻ ചെരുവിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് താഴോട്ട് അടർന്നു വീണിരിക്കുന്നത്. അപകട ഭീഷണി ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഉണ്ണി ഇങ്ങോട്ട് വാ. പൂർണ്ണമായിട്ടും ഈ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റുകയാണ്. തലനാരിഴക്കാണ് ഇവിടെ കൂടിയിരുന്ന ജനങ്ങൾ വലിയ അപകടത്തിൽ നിന്നും വഴിമാറിയിരിക്കുന്നത്. ഇത്രയധികം ഭീതിപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നാട്ടുകാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഇപ്പോഴും തയ്യാറായില്ല. ഉണ്ണി അങ്ങോട്ട് വാ. അവിടെ നിൽക്കണ്ട. അരുൺകുമാർ, അല്പസമയം മുമ്പ് ആ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുക. ബൈക്കടക്കം അവിടെ മാറിയിട്ടുണ്ട്. പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. ആരും അടിയിൽ പെട്ടിട്ടില്ലല്ലോ അല്ലേ? പുഴയ്ക്ക് ഇല്ല പുഴയിലോട്ട് ആരും ഉണ്ടില്ല. അരുൺകുമാർ, ആ മണ്ണ് വന്ന് അടിഞ്ഞു വീണിരിക്കുന്നത് പുഴയിലോട്ടാണ്. ജനങ്ങൾ ആ ഒരു മേഖലയിൽ സുരക്ഷിത എന്തായിരുന്നു? സുരക്ഷിതമാണല്ലേ? അതിന്റെ പുറകിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നില്ലല്ലോ. ശരി. ഈ പുഴന്റെ അപ്പുറത്തൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട്. ആ കാര്യം ഈ കാര്യമൊക്കെ ഉണ്ട്. അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മണ്ണിടിച്ചിലുണ്ടായ ആ മണ്ണ് പൂർണ്ണമായിട്ട് വന്നടിഞ്ഞിരിക്കുന്നു കടലുണ്ടി പുഴയിൽ. അരുൺകുമാർ, എത്രത്തോളം ഭീതിപ്പെടുന്ന കാഴ്ചയാണ്. തലനാരിഴക്കാണ് ഈ മേഖലയിലെ ജനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലൈവ് കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം അരമണിക്കൂർ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ഇനിയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ മേഖലയിൽ നിന്നും ആളുകൾ പൂർണ്ണമായിട്ടും മാറണം എന്നുള്ളതാണ് ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. വലിയ അപകട സാധ്യത ഇനിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ സുരക്ഷിതത്വം മാത്രമല്ല രൺകുമാർ, ഈ മേഖല തന്നെ ഒന്നാകെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്ന കാഴ്ച. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവരുൾപ്പെടെ എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായെന്ന് ഓർക്കണം. നമ്മുടെ ക്യാമറമാൻ ഉണ്ണി തുവൂർ അടങ്ങുന്ന പ്രക്ഷോഭം അടങ്ങുന്ന സംഘം അവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്താണ് മുകൾ ഭാഗത്തും മണ്ണ് താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മണ്ണിടിഞ്ഞ് വന്നപ്പോൾ മറുകരയിൽ, അതായത് ഈ റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന ആരും മണ്ണിൽ പെട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? ഒരാളും